നേരത്തെ കൂട്ടിലേക്ക് മാറ്റിയ പുലി ചത്തു എന്ന വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നു. പാലക്കാട് വാഴപ്പുഴയിലായിരുന്നു പുലി വേലിയിൽ കുടുങ്ങിയത്. അതിനുശേഷം അതിനെ രക്ഷപ്പെടുത്തി കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ ആ പുലി ചത്തു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. നിഖിൽ പ്രമേഷ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ കമ്പിവേലിയിൽ കുടുങ്ങി മരണവെപ്രാളം കാട്ടിയ പുലിയെ ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയത്. ആ സമയത്തൊക്കെ പുലിക്ക് ആ രീതിയിൽ ആരോഗ്യ പ്രശ്നമുള്ളതായി തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുലി ചത്തു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്താണ് അതിന് കാരണമായത് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. പാലക്കാട് കല്ലങ്കോട്ടിനടുത്ത് വാഴപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിലാണ് ഈ പുലിയെ കണ്ടെത്തിയത്. പിന്നീട് ഒരുപാട് സമയമെടുത്താണ് പുലിയെ മയക്കുവെടി വെക്കുന്നതും പിന്നീട് അതിനെ കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തത്. സാഹസികമായാണ് പുലിയെ RRT സംഘം അടക്കം എത്തി പിടികൂടിയത്. പക്ഷേ ഇപ്പോൾ കൂട്ടിലാക്കിയ ആ പുലി ചത്തു എന്ന വാർത്ത ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. എന്താണ് അതിന് കാരണം, പരിക്കുകൾ ഉണ്ടായിരുന്നതൊക്കെയുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമാണ് അല്പസം മുൻപ്, ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റിയത്. ഇപ്പോൾ അത് ചത്തുപോയി എന്ന വാർത്ത വരുന്നു. നിഖിൽ പ്രമേഷ് നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. നിഖിൽ, എന്താണ് പറ്റിയത്? നേരത്തെ നമ്മൾ കണ്ടതാണ് പുലിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്ത് ദൃശ്യത്തിൽ നിന്നും വ്യക്തമായിരുന്നില്ല. പക്ഷേ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്താണ് മരണകാരണം, അറിയോ? പ്രജിൻ, അത് ഞാൻ അല്പസമയം മുൻപ് അവിടുത്തെ റേഞ്ചറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനും അക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. കാരണം പിടികൂടുന്ന സമയത്തൊക്കെ ഈ മയക്കുവെടി ഏറ്റ സമയത്താണെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പുലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊക്കെ നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യവും അവർക്ക് നേരെ മുരളുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പുലി അല്പസമയം, ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് പുലി ചത്തു എന്നാണ് ഇപ്പോൾ വനവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കമ്പിവേലിയിൽ ഏതാണ്ട് 6 മണിക്കൂറോളമാണ് പുലി കുരുങ്ങി കിടന്നിരുന്നത്. ഇനി അതാണോ തിരിച്ചടിയായത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഈ പുലി ഇത്തരത്തിൽ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്നതായി ഉണ്ണികൃഷ്ണൻ എന്നയാൾ കണ്ടത്. അദ്ദേഹത്തിന്റെ സ്ഥലത്താണ് പുലി കിടന്നിരുന്നത്. ഇതേ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ആദ്യഘട്ടത്തിൽ RRT സംഘം എങ്ങനെയാണ് ഈ പുലി ഇതിൽ കുരുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് പ്രാഥമികമായി മനസ്സിലാക്കുകയും പിന്നീട് മയക്കുവെടി വെക്കാതെ തന്നെ ഈ പുലിയെ പിടികൂടുകയുമായിരുന്നു. അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റി, ധോണിയിൽ നിന്ന് എത്തിച്ച പ്രത്യേക കൂട്ടിലേക്ക് അതിനെ മാറ്റി. അപ്പോഴും അതിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പുലിക്ക് അല്പം ശരീരം തണുക്കുന്നതിന് വേണ്ടി മുകളിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു, കുടിക്കാൻ വെള്ളം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ആദ്യ മയക്കുവെടി വെച്ച ശേഷം അപ്പോൾ തന്നെ കൂട്ടിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് തോന്നുന്നത്. എത്ര റൗണ്ട് മയക്കുവെടി വെച്ചു എന്നോ, എന്താണ് ആ ഡാർട്ടിംഗ് ടീം, അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അതെങ്ങനെയായിരുന്നു ആ ദൗത്യം? പ്രജിൻ, ആദ്യ ഒരു തവണ മാത്രമേ മയക്കുവെടി വെച്ചിട്ടുള്ളൂ. പക്ഷെ ആ മയക്കുവെടി പോസിറ്റീവ് ആയിരുന്നില്ല, അത് ഡാർട്ടിങ് അത് പോസിറ്റീവ് ആയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ചപ്പോൾ അത് ഇതിനെ കൃത്യമായി അതിൻ്റെ ശരീരത്തിൽ ചെന്ന് തറക്കുകയും അത് എഫക്റ്റീവ് ആയിരുന്നില്ല. ഇതിനെ തുടർന്ന് അവർ ഈ ഉദ്യോഗസ്ഥർ RRT സംഘം തന്നെ വളരെ പ്രയാസപ്പെട്ട് സാഹസികമായാണ് പുലിയെ കൂടിനകത്തേക്ക് ആക്കിയത്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു മയക്കുവെടി വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പിടികൂടിയ സ്ഥലത്ത് വെച്ച് തന്നെ ഏതാണ്ട് 5 മണിക്കൂർ നിരീക്ഷണത്തിൽ വെക്കണം എന്നുള്ളതായിരുന്നു വനവകുപ്പിന്റെ തീരുമാനം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിലാണ് ഏതാണ്ട് 5 മിനിറ്റ് മുൻപ് ഈ പുലി ചത്തു എന്നുള്ള വിവരം ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയുമാണ്. എന്തായാലും ഒരുപാടധികം നാൾ ഈ നാടിനെ ആകെ ആശങ്കയിലാക്കിയ ഒരു പുലിയാണ് കൂട്ടിലായത്. പക്ഷെ അതിനെ മതിയായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് മുൻപ് തന്നെ അത് ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് നിഖിൽ. നേരത്തെ വയനാട്ടിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ പിടികൂടിയ കടുവ പിന്നീട് ചത്തുപോകുന്ന സ്ഥിതി, അങ്ങനെ പല രീതികൾ, പല വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നതുമാണ്. ഇപ്പോൾ ഈ പുലിയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അത് അത്യാവശ്യം നന്നായി തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ കമ്പികളിൽ കുടുങ്ങി അത് വെപ്രാളപ്പെടുന്നുണ്ടെങ്കിലും അത് ആൾക്കാരുടെ നേരേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട്, രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ട്. നിരന്തരമായി അതിൻ്റെ ശ്രമങ്ങൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. പക്ഷേ ഈ ഡാർട്ടിംഗ് നടത്തിയ ശേഷം, മയക്കുവെടി പിടികൂടിയ ശേഷം കൂട്ടിലേക്ക് മാറ്റുമ്പോഴും ഒക്കെ ആരോഗ്യവനായി തോന്നിയ ഒരു പുലിയാണ് ഇപ്പോൾ ചത്തു എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ വാർത്ത വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം? അതൊക്കെ എപ്പോഴായിരിക്കും ഇനി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ആന്തരികമായി ഉണ്ടായ പരിക്കുകൾ അതുതന്നെയാണ് കാരണമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ വിദഗ്ധർ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാനും കഴിയും. കാരണം ഈ പുലിയുടെ പുറത്ത് യാതൊരു തരത്തിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പുലി ഇത്രയധികം സമയം ആ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടന്നെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പുറത്ത് കാര്യമായ ഒരു തരത്തിലുമുള്ള പരിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ മരണത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം എന്നുള്ളത് വ്യക്തമല്ല. എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള പരിക്കുകളായിരിക്കാം മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മയക്കുവെടി എന്തായാലും ഈ പുലിയുടെ ശരീരത്തിൽ തറച്ചിട്ടില്ല. ഇത് ശരീരത്തിൽ തട്ടി തെറിച്ചുപോയി എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പങ്കുവയ്ക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മയക്കുവെടിയുടെ ആഘാതമോ ഒന്നും തന്നെ അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മറ്റെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്നാണ് അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ചറെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അറിയിക്കുന്നത്. ഈ തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡിന്റെ സാന്നിധ്യവും അവിടെ ഉണ്ട്. അദ്ദേഹമാണ് പുലിയെ നിരീക്ഷിച്ചതും അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പുറമെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന വിലയിരുത്തലും നടത്തിയത്. നേരത്തെയും സമാനമായ ഓപ്പറേഷനുകൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹം തന്നെയാണ്. എന്തായാലും ഈ പുലി സുരക്ഷിത സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ ചത്തിരിക്കുന്നു. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭീതി സൃഷ്ടിച്ചൊരു പുലിയാണെങ്കിൽ കൂടിയും ഈ ഇപ്പോൾ ചത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു പ്രയാസമാണ്. എന്തായാലും അതിനിപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും, ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അടക്കം മാറ്റിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. പ്രജിൻ തുടരുക. എന്തായാലും ഒരു സങ്കടമുള്ള വാർത്തയാണ്. കാരണം അത് പുലിയാണ്, അത് ജനവാസ മേഖലയ്ക്ക് ഇറങ്ങിയതാണൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ വേലിയിൽ കുടുങ്ങി, ആ മുള്ളുവേലിയിൽ കുടുങ്ങി അത് മരണവെപ്രാളം കാട്ടുന്ന ദൃശ്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയ ദൃശ്യമായിരുന്നു. അതിലിപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിൽ നേരത്തെ നമ്മൾ ആശ്വസിച്ചിരുന്നു. പിന്നീട് അതിനെ കൂട്ടിലേക്ക് മാറ്റുമെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ അത് ചത്തുപോയി എന്ന വാർത്ത വരുമ്പോൾ അതൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിൽ മരണകാരണം എന്താണ്, ഈ ആന്തരിക രക്തസ്രാവം തന്നെയാണോ അല്ലാതെ മറ്റെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല. നിഖിൽ പരമേശ്, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് എന്തൊക്കെയാണ്? ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിൻ അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ള ഈ പുലി അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഏതാണ്ട് 5 മണിക്കൂർ അവിടെ വെച്ച് തന്നെ നിരീക്ഷണം നടത്തേണ്ടി വരും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ അല്പസമയം കൂടി അവിടെ നിന്ന് ഏതെങ്കിലും ഏറ്റവും അടുത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷം അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെറ്ററിനറി സർജന്റെ സാന്നിധ്യം ഇതിനോടകം തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. എന്തായാലും മയക്കുവെടി വെച്ചതല്ല ഈ പുലി ചത്തുപോകാൻ കാരണം എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. മരുന്നിന്റെ ഈ മയക്കുവെടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിന്റെ വളരെ ചെറിയ അംശം മാത്രമേ പുലിയുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതല്ല മരണകാരണം എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള രക്തസ്രാവമായിരിക്കും മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുകയുള്ളൂ. നേരത്തെ മണ്ണാർക്കാട് ഭാഗത്ത് ഈ ഒരു പുലി ഇത് സമാനമായിട്ടുള്ള രീതിയിൽ കോഴിക്കോടിന്റെ സമീപത്ത് കുരുങ്ങിപ്പോവുകയും തുടർന്ന് ആ പുലി ചത്തത് ഹൃദയാഘാതം മൂലമായിരുന്നു. ഇത്രയധികം സമയം അവിടെ കുരുങ്ങിക്കിടന്നതിനെ തുടർന്ന് അത് ചത്തുപോവുകയായിരുന്നു. അതേപോലെയുള്ള എന്തെങ്കിലും സാഹചര്യമാണോ ഇവിടെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും അക്കാര്യത്തിലൊക്കെ വ്യക്തത കൈവരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഏതെങ്കിലും ഫോറസ്റ്റ് സ്റ്റേഷനിൽ, തൊട്ടടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ആരംഭിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. പ്രജിൻ. നിഖിൽ, സ്വാഭാവികമായും പുലിയെ രക്ഷിച്ചതിന്റെ ആശ്വാസ വാർത്ത. പക്ഷേ ആ ആശ്വാസ വാർത്തയ്ക്ക് അല്പായുസ് മാത്രം. ഈ മയക്കുവെടി വെച്ച പുലി ചത്തു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. നിഖിൽ പ്രമേശ്, സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണിക്കൂറുകളോളം വേലിക്കമ്പിയിൽ കുടുങ്ങിയ ഒരു പുലി, അതിന് എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, പുറമേ വലിയ രീതിയിലുള്ള ആഘാതങ്ങളോ മുറിവുകളോ ഉള്ളതായി നമുക്ക് കാണാനായിട്ടുണ്ടോ? സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ മരണകാരണത്തിന് വ്യക്തത വരില്ല. നിലവിലൊരു അനുമാനം അത് എന്താണ്? നിലവിലത്തെ സാഹചര്യത്തിൽ പുലിക്ക് ആന്തരികമായിട്ടുള്ള രക്തസ്രാവം അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം. അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. അത് അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിക്കും. ഈ കൊല്ലങ്കോട് വാഴപ്പുഴയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ പുലിയെ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഏതാണ്ട് 6 മണിക്കൂറോളം എടുത്താണ് നടപടികൾ പൂർത്തിയാക്കിയത്.
ഈ 6 മണിക്കൂറിനിടെ ഒരുപാടധികം സമയം അവിടെ കുരുങ്ങിക്കിടക്കുന്നത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പുലിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മയക്കുവെടി വെച്ചതിന് ശേഷവും, മയക്കുവെടി ആദ്യ ശ്രമം നടത്തിയതിന് ശേഷവും ഈ RRT സംഘം പുലിക്ക് അരികിലേക്ക് എത്തുമ്പോൾ അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും അവർക്ക് നേരെ മുരളുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പിന്നീട് കൂട്ടിലേക്ക് മാറ്റിയപ്പോഴും വലിയ രീതിയിലുള്ള അവശത ഈ പുലിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സുഹൈൽ, ഇടുക്കപ്പാറ ഫോറസ്റ്റ് ക്യാമ്പ്, അതാണ് ഏറ്റവും അടുത്തുള്ളത്, അവിടേക്ക് മാറ്റിയ ശേഷം അവിടെ വെച്ചായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായിട്ടുള്ള വനവകുപ്പിന്റെ വിലയിരുത്തൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇടുക്കപ്പാറ ഫോറസ്റ്റ് ക്യാമ്പിൽ എത്തിച്ച് ഈ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താനാണ് നിലവിൽ വനവകുപ്പിന്റെ തീരുമാനം. നേരത്തെ ഈ വയനാട്ടിലെ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞ സമയത്തൊക്കെ റെസ്ക്യൂവിൽ ഒരു ഫെയിലറിനെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച വന്നിരുന്നു. ഇതിനെ രക്ഷിക്കാവുന്നിടത്തിൽ കാലതാമസം, ഒപ്പം മയക്കുവെടി വെച്ചതിൽ അശാസ്ത്രീയത തുടങ്ങിയ ആരോപണങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഉയർന്നൊരു ഇൻസിഡന്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ തുടർന്നും ഈ പാലക്കാടേക്ക് വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആരോപണം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടോ? കാരണം മണിക്കൂറുകളോളം വേലിക്കമ്പിയിൽ കുരുങ്ങേണ്ട ഒരു സ്ഥിതി വന്നു, തുടർന്ന് അതിനെ റെസ്ക്യൂ ചെയ്യുന്നു, സ്വാഭാവികമായ ആന്തരികമായ മുറിവുകൾ ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആരോപണങ്ങൾ ഈ ഘട്ടത്തിലേക്ക് വരുന്നുണ്ടോ? ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ സങ്കീർണത അവിടെ കിടപ്പുണ്ട്, അത് വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്നിരുന്നാലും അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലൊരു ആക്ഷേപമോ ആരോപണമോ ഈ ഘട്ടത്തിലുണ്ടോ? ഈ പുലി ഏതാണ്ട് 6 മണിക്കൂറിലധികം ഈ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ ഇതിനോടകം തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്രയധികം സമയം വേണ്ടി വന്നു, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി മറ്റ് നടപടികളിലേക്ക് കടക്കാൻ എന്നുള്ള ഒരു വിമർശനം ഇതിനോടകം തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് പുലർച്ചെയാണ്, ഏതാണ്ട് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് ഈ പുലി അവിടെ കുരുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങൾ ഈ പ്രദേശവാസിക്ക് ലഭിക്കുന്നത്. തുടർന്ന് ഇത്രയും സമയം വേണ്ടി വന്നു. ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയമെടുത്താണ് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ഒരു വലിയ വിമർശനം ഇതിനോടകം തന്നെ പ്രദേശവാസികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരുപാടധികം സമയം അവിടെ പുലി കുരുങ്ങിക്കിടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇത്രയധികം സമയം കുരുങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പുലിക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളും പറയുന്നത് അല്പം കൂടി നേരത്തെ ഈ ഡോക്ടർ അടക്കമുള്ള സംഘം അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്പം കൂടി നേരത്തെ ഈ പുലിയെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു, വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനും കഴിയുമായിരുന്നു എന്നുള്ളൊരു പരാതി അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സുഹൈൽ, കാലങ്ങളായി, എത്രയോ മാസങ്ങളായി ഈ മേഖലയിലുള്ള ആളുകൾ പുലിയെ കൊണ്ടുള്ള ആശങ്കയിലാണ്. അവർക്ക് അതിന്റെ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ടായിരുന്നു. കാരണം ജനവാസ മേഖലയിലേക്ക് നിരന്തരം ഈ പുലി എത്തുന്നതോടുകൂടി അവർക്ക് സ്വൈര്യമായി ജോലിക്ക് പോകാനോ മറ്റൊന്നും കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നു. അവർക്ക് കുട്ടികളെ സ്കൂളിൽ അതിരാവിലെയൊക്കെ അയക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ട്യൂഷനും മറ്റും പോകുന്ന കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ നിരവധി തോട്ടങ്ങളുണ്ട്, ഈ പറമ്പുകളൊക്കെ ഉണ്ട്, തെങ്ങിൻ തോപ്പുകളൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയ ആശങ്കയായിരുന്നു ഈ പുലിയുടെ സാന്നിധ്യം. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, മറ്റൊരു പുലി കൂടി ഈ മേഖലയിലുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് 4 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന പുലി എന്നാണ് പറയുന്നത്. ഇത്ര പ്രായമില്ലാത്ത മറ്റൊരു പുലിയുടെ സാന്നിധ്യം കൂടി മേഖലയിൽ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നിരിക്കെ പോലും അവർക്ക് ഒരുപാടധികം പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒരു പുലിയാണ്. എന്നിരിക്കെ പോലും ഈ പുലി ഇപ്പോൾ ചത്തു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു പ്രയാസവും വേദനയും ഒക്കെ ഉണ്ട്.